കിച്ച ആൻഡ് ആദി ഡെയിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പർ ഫുഡാണ് പരിചയപ്പെടുത്തുന്നത്, റാഗി അഥവാ ഫിംഗർ മില്ലറ്റ്. 6 മാസമാകുമ്പോൾ മുതൽ അമ്മമാരുടെ ഏറ്റവും വലിയ സംശയമാണ് അമ്മ പാലോളം തന്നെ ഗുണമേന്മയുള്ള എന്ത് ഭക്ഷണമാണ് കുഞ്ഞിന് കൊടുത്തു തുടങ്ങേണ്ടതെന്ന്. അതിന് ഉത്തമമായ ഒരു പോംവഴിയാണ് റാഗി കുറുക്ക് അഥവാ ഫിംഗർ മില്ലറ്റിൻ്റെ കുറുക്ക്. റാഗിയിൽ ഉയർന്ന അളവിൽ അയണും കാൽഷ്യവും ഒരുപോലെ അടങ്ങിയിരിക്കുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം കുഞ്ഞുങ്ങളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഉയർന്ന അയണിൻ്റെ അളവ് കുട്ടികൾ അയൺ ഡെഫിഷ്യൻസി, അനീമിയ പോലുള്ള അസുഖങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ലോ ഷുഗർ കണ്ടന്റ് ആയതുകൊണ്ട് ജന്മനാ ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ അലർജിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് കൊടുക്കാം. കാരണം ഇത് 0 ഗ്ലൂട്ടൻ ആണ്, ഇതിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടില്ല. അതേപോലെ തന്നെ ഏകദേശം 100 ഗ്രാമോളം റാഗി ഫ്ലവറിൽ ഏകദേശം 7.2 ഗ്രാമോളം പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് കുഞ്ഞുങ്ങളുടെ ശരീരം അതേപോലെ തന്നെ തലച്ചോറും വളരാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഇത് സിറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും കുഞ്ഞുങ്ങൾക്ക് നന്നായി ഉറക്കം ലഭിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ അയൺ, കാൽഷ്യം, പ്രോട്ടീൻ, ഫൈബർ, പൊട്ടാസ്യം, വൈറ്റമിൻ സി എന്നിവയുടെ ഉത്തമമായ ഉറവിടമാണ് റാഗി. മുളപ്പിച്ച റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി ശരീരത്തിലോട്ട് അയണിനെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി കൂടിയും സഹായിക്കും. അതേപോലെ തന്നെ നമ്മൾ റാഗി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ മിനിമം ഓവർനൈറ്റെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ഒരു ധാന്യം, ഏതൊരു ധാന്യമായാലും പയറുവർഗ്ഗമായാലും ഓവർനൈറ്റ് സോക്ക് ചെയ്ത് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ മിനിമം 6 മണിക്കൂറെങ്കിലും അത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. കാരണം ഇതിൽ ഫൈറ്റിക് ആസിഡ് അഥവാ ഫൈറ്റിൻസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും. ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ശരീരത്തിലോട്ട് അബ്സോർവ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അത് കാരണം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ 6 മാസമുള്ള കുട്ടിയാണ് ആദ്യമായിട്ടാണ് കുറുക്ക് കൊടുത്തു തുടങ്ങുന്നത് എങ്കിൽ ഒരൊറ്റ ധാന്യം മാത്രമേ കൊടുത്തു തുടങ്ങാവൂ. ഇതിൽ വേറെ ഡ്രൈ ഫ്രൂട്ട്സ്, ഞാൻ ഇതിൽ വാൾനട്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് 8 മാസം ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ വാൾനട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. കുറുക്ക് കൊടുത്തു തുടങ്ങുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരിക്കലും ഇതൊന്നും ആഡ് ചെയ്യാൻ പാടില്ല. മധുരമോ ഉപ്പോ അതേപോലെ തന്നെ നെയ്യോ ഡ്രൈ ഫ്രൂട്ട്സോ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. റാഗി ഓവർനൈറ്റ് സോക്ക് ചെയ്യുക, അരയ്ക്കുക, ഒരല്പം പോലും തൊലിയില്ലാതെ ഇതേപോലെ അരച്ച് പാലെടുത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുറുക്കി നന്നായിട്ട് കുറുക്കി മാത്രമേ 6 മാസം ആദ്യമായിട്ട് കുറുക്ക് കൊടുക്കുന്ന കുഞ്ഞിനെ കൊടുക്കാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ കണ്ടില്ലേ, നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്ത് സ്ലോ ഫ്ലെയിമിൽ ഇതേപോലെ വെച്ച് കുറുക്കി എടുക്കണം. സ്പൂണിൽ കോരിയ താഴെ സ്ലോ ആയിട്ട് വീഴുന്ന രീതിയിൽ ആയിരിക്കണം കുറുക്ക്. പെട്ടെന്ന് ഒഴുകി പോകുന്ന രീതിയിലായിരിക്കില്ല കുറുക്ക്. ഇതിപ്പോൾ പാകമായിട്ടില്ല, കാണാൻ പെട്ടെന്ന് ഒഴുകി പോകുന്നത്. ഇത് കുറച്ചുകൂടി നമ്മൾ കുറുക്കി എടുക്കുമ്പോഴത്തേനും നല്ല കട്ടിയായിക്കോളും. കണ്ടില്ലേ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഈ പരുവാകുമ്പോൾ എടുത്ത് ഒരു പാത്രത്തിലിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. അപ്പോൾ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെയധികം സഹായിക്കുന്ന ഒരു മില്ലറ്റാണ് റാഗി. അതുകൊണ്ട് റാഗി കുറുക്ക് എല്ലാവരും കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പാക്കറ്റ് ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് നല്ലത്. കാരണം അതിൽ ഒത്തിരി പഞ്ചസാരയുടെ അളവുണ്ട്. അത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് നല്ലതല്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.